വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് പകരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് കർത്താവെ രാത്രികാലം ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന സൂര്യപിതാവേ, നല്ല കർത്താവെ, അനുഗ്രഹീതമായ ശ്രദ്ധിക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, തിരുവചനം വായിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളെ വീണ്ടും സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പകൽക്കാലത്തെ ഞങ്ങളുടെ കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. അധ്വാനത്തിന് ശേഷമായി തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആഴമായി പഠിപ്പാനൊക്കെയും ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനാണ്. കർത്താവെ, കഴിഞ്ഞ നാളുകളായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും ആത്മശക്തിയെയും കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നവയ്ക്കായി സ്തോത്രം. അതിന്റെ തുടർച്ചയായി കർത്താവ് ചില കാര്യങ്ങളൂടെ പഠിക്കുവാൻ ദൈവമായ കർത്താവ് ഇന്ന് രാത്രികാലം ഞങ്ങളെ സഹായിക്കും. ഫേസ്ബുക്കിൽ കൂടെയും യൂട്യൂബിൽ കൂടെയും ഒക്കെ ഞങ്ങളെ തുടർന്ന് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണം. അവരുടെ ഹൃദയങ്ങളെ കർത്താവ് തുറക്കണം. കർത്താവെ, ഹല്ലേലൂയ, അവിടുത്തെ ദൈവകൃപ അവരുടെ മേൽ പകരണം. തിരുക്കരം നീട്ടണം. കർത്താവ് പ്രാർത്ഥന സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മള് തമിഴില് ചില കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് രാത്രികാലം മലയാളത്തിലും തുടർന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം. നമുക്കൊരു പാട്ട് പാടി ആരാധിക്കാം. നമുക്ക് ആരാധിക്കാം. നാഥൻ നന്മകൾ ധ്യാനിച്ചു എന്ന മലയാളം പാട്ട് ആരാധിക്കാം. നമുക്ക് ആരാധിക്കാം. നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. ആരാധിക്കാം. നമുക്ക് ആരാധിക്കാം. നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം. അകരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം. അകരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിനാൽ ബലമോ എന്നിൽ നിറച്ചിടണം. സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ശക്തി പകർന്നിടണം. ആത്മാവിനാൽ ബലമോ എന്നിൽ നിറച്ചിടണം. സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ശക്തി പകർന്നിടണം. ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണം സമർപ്പിക്കുന്നു. ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണം സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തമിന്ന് പാപം മോചിച്ചല്ലോ. യേശുവിന്റെ രക്തമിന്ന് രോഗം നീക്കിയല്ലോ. യേശുവിന്റെ രക്തമിന്ന്
പാപം മോചിച്ചല്ലോ യേശുവിന്റെ രക്തമിന്നൽ രോഗം നീക്കിയല്ലോ അവൻ കരതലത്തിൽ എന്നെ വഹിക്കുന്നതാൽ അവൻ കരതലത്തിൽ എന്നെ വഹിക്കുന്നതാൽ ഹല്ലേലൂയ 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 ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ആദ്യം നന്മകൾ ധ്യാനിച്ചിടാം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ആദ്യം നന്മകൾ ധ്യാനിച്ചിടാം അരങ്ങളുയർത്തി നന്ദിച്ചുകൊള്ളാം അതിൽ നന്നായി പാടി വാഴ്ത്താം അരങ്ങളുയർത്തി നന്ദിച്ചുകൊള്ളാം നന്നായി പാടി വാഴ്ത്താം ഹല്ലേലൂയ 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 തൽഫലമോ എന്നിൽ നിറച്ചിടണം ശക്തി പകർന്നിടണം ആത്മാവിൻ തൽഫലമോ എന്നിൽ നിറച്ചിടണോ സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ശക്തി പകർന്നിടണം ആത്മനിൽ നവ്യപ്രവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണം സമർപ്പിക്കുന്നു ആത്മനിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണം സമർപ്പിക്കുന്നു Hallelujah, 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 hallelujah. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ആദ്യം നന്മകൾ ധ്യാനിച്ചിടാം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ആദ്യം നന്മകൾ ധ്യാനിച്ചിടാം അരങ്ങളുയർത്തി നന്നായി പാടി വാഴ്ത്താം അരങ്ങളുയർത്തി നന്നായി പാടി വാഴ്ത്താം Hallelujah, 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 hallelujah. സ്വർഗ്ഗപിതാവേ നല്ല കർത്താവേ വീണ്ടും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ തിരുവചനത്തിൽ നിങ്ങൾ ആഴമായി പഠിപ്പാൻ കടന്നു അത്യന്ത ശക്തിയെ കുറിച്ച് ഞങ്ങൾ പ്രാപിച്ചെടുക്കേണ്ട വലിയ ശക്തിയെ കുറിച്ച് അനേക കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതോ ഗ്രഹിപ്പാനുള്ള ദൈവകരം ഞങ്ങളെ शक्ति के बारे में सर्वशक्ति के बारे में सीखने के लिए हम आपके चरणों में आए आप हमें सिखा रहे इसलिए हम आपको धन्यवाद करते हैं കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുമാറാകണം आप हमें सिखाई और हमारे दिलों को खोल दीजिए ഫേസ്ബുക്കിൽ കൂടെയും കർത്താവെ അല്ല യൂട്യൂബിൽ കൂടെയും ഒക്കെ ഞങ്ങളെ കാണുന്നവരോട് കർത്താവ് ഇടപെടണമേ परमेश्वर हर एक मीडिया के बारे में देखने वालों को आप समझाइए और उनको उनके दिलों को खोल के
उनको आपकी बातों को समझने के लिए कृपा करिए प्रभु। ഈ രാത്രികാലം നിങ്ങളെ സമ്പൂർണ്ണമായി എല്ലാവരെയും ഏൽപ്പിക്കും. आज रात के समय हम सबको आपके हाथ में समर्पित പ്രാർത്ഥന करते हैं। നടത്തുന്ന സ്തോത്രം प्रार्थना आपने सुना इसलिए धन्यवाद യേശുവിന്റെ നാമത്തിൽ. यीशु मसीह के नाम से। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധനാമം ഈ രാത്രികാലം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की इस रात के समय भी महिमा हो। നമ്മള് ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന്റെ സഹകരണങ്ങളും സഹായങ്ങളെയും കുറിച്ചുമാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. पिछले दिनों में हमने ये सीखा है कि पवित्र आत्मा उनके चेलों को कैसे सहायता किया है सर। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ഒരു വ്യക്തിക്ക് യേശുവിന്റെ ശിഷ്യനായി തീരുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ ശിഷ്യനായി ജീവിക്കുവാൻ കഴിയുകയില്ല. पवित्र आत्मा के सहायता के बिना यीशु मसीह के चेले बन के रहना मुश्किल है। അതിനുള്ള പല കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലെ രക്ഷയിലേക്ക് നയിക്കുന്നതും അതിനുശേഷം മുമ്പോട്ട് കൊണ്ടുപോകുന്നതുമായ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. हमने पिछले दिनों में उनको उद्धार में लाना और उनके आगे बढ़ाने के बारे में हमने देखा है। നമ്മളെ ഒരാഴ്ച തമിഴ്, ഒരാഴ്ച ഹിന്ദി മാറി മാറിയാണ് നമ്മളെ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. हमने एक हफ्ता हिंदी, एक हफ्ता तमिल, हिंदी और एक हफ्ता मलयालम हिंदी ऐसे करके सिखा के आए। അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുവാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. आप उसको ध्यान में रखिएगा। കഴിഞ്ഞ ആഴ്ച നമ്മള് രക്ഷിക്കപ്പെട്ട് ദൈവവൈതലായ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ശിഷ്യനായ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ തുറന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. पिछले दिनों में हमने ये सीखा है कि एक उद्धार पाया हुआ एक व्यक्ति के अंदर या एक चेला बना हुआ व्यक्ति के अंदर पवित्र आत्मा कैसे कार्य അതിന്റെ 3 करता है। പോയിന്റുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. അത് റിപ്പീറ്റ് ചെയ്താൽ സമയം പോകുന്നതോട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. ABC 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. इसके लिए हमने 3 बातों को भी सीखा था। मैं आज भी उसको दोहराएंगे तो टाइम आगे बढ़ेगा, इसलिए मैं आगे बढ़ूंगा। ഇന്ന് രാത്രികാലം നമ്മള് പഠിക്കാൻ പോകുന്നത് 4ാമത്തെ പോയിന്റാണ്. പരിശുദ്ധാത്മാവാം ദൈവം നമുക്ക് ശുശ്രൂഷയ്ക്കുള്ള അല്ലെങ്കിൽ സേവനത്തിനുള്ള ശക്തി നൽകുന്നു. आज रात के समय हम ये सीखने जा रहे हैं कि पवित्र आत्मा हमें सेवकाई करने का सामर्थ्य देता है। ഹല്ലേലൂയ. हालेलुया। പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ ദൈവത്തിന്റെ വേല ചെയ്യുവാനോ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലായി ജീവിക്കുവാനോ അല്ലെങ്കിൽ ഒരു വിജയകരമായ ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കുവാനോ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നതിൽ വളരുവാനോ നമുക്ക് കഴിയത്തില്ല. पवित्र आत्मा के सहायता के बिना हम एक परमेश्वर की सेवकाई करना या एक जय जीवन इस पृथ्वी के अंदर जीना या परमेश्वर के उस रास्ते में आगे बढ़ना हमसे मुश्किल होगा। അതിന് ദൈവത്തിന്റെ ആ വചനത്തിൽ നിന്ന് നമ്മൾ ചില ഭാഗങ്ങൾ ചില കാര്യങ്ങൾ എടുത്തു വായിച്ചു പോകാൻ ആഗ്രഹിക്കുകയാണ്. उसके लिए हम परमेश्वर की वजह से कुछ भाग को पढ़ के आगे बढ़ना चाहता हूँ। നമ്മൾ അതിന്റെ ഒരു ഭാഗം വായിക്കാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. इसके लिए हम प्रेरितों की किताब से पढ़ेंगे, पहला अध्याय उसका 8वां वचन। എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. परंतु जब पवित्र आत्मा तुम पर आएगा तब तुम सामर्थ पाओगे और यरूशलेम और सारे यहूदिया और समरिया में और पृथ्वी की छोर तक मेरे गवाह होंगे। ആമേൻ. ഹല്ലേലൂയ. हालेलुया। എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ परंतु जब पवित्र आत्मा तुम पर आएगा ശക്തി ലഭിച്ചിട്ട് सामर्थ पाते हुए നിങ്ങൾ आप लोग യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. अब यरूशलेम और समरिया और पृथ्वी की छोर तक मेरे गवाह बनेंगे। അപ്പൊ കർത്താവിന്റെ സാക്ഷിയായി ജീവിക്കണമെന്ന് പറഞ്ഞാൽ സാക്ഷി എന്നുള്ളതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. परमेश्वर की गवाह या यीशु मसीह की गवाह का मतलब है, उसका मतलब बहुत सारे हैं। യേശുവിന്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ ദൈവ പൈതൽ എന്നുള്ള അർത്ഥമുണ്ട്. यीशु मसीह का गवाह करके बोलेंगे तो उनका चेला। യേശുവിന്റെ സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ ശിഷ്യൻ എന്നുള്ള അർത്ഥമുണ്ട്. यीशु मसीह का गवाह इसका मतलब है यीशु मसीह का चेला। യേശുവിന്റെ സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അവകാശി എന്നുള്ള അർത്ഥമുണ്ട്. यीशु मसीह का गवाह का मतलब है कि यीशु मसीह का वारिस। യേശുവിന്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ ദൈവത്തിനുള്ളതെല്ലാം നമുക്ക് അവകാശമുള്ളവരെന്നുള്ള അർത്ഥം. ഒത്തിരി അർത്ഥങ്ങൾ അതിനകത്തുണ്ട് യേശുവിന്റെ സാക്ഷി എന്ന് यीशु मसीह का गवाह का मतलब ये भी है कि परमेश्वर के जितने भी संपत्ति है वो सबका अधिकारी है। അപ്പൊ ആ യേശുവിനെ അതുപോലെ വെളിപ്പെടുത്തി കാണിക്കണമെങ്കിൽ അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി കാണിക്കണമെങ്കിൽ നമ്മള് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറയണം. यीशु
यीशु मसीह के उस सामर्थ को या परमेश्वर की उस सामर्थ को प्रकट करना है तो हमें पवित्र आत्मा से भरना है। അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ സേവനം നമുക്ക് ചെയ്യണമെന്ന് വരികിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറയണം. അല്ലാതെ മാനുഷികപരമായി നമുക്ക് ദൈവിക കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയത്തില്ല. अगर हम परमेश्वर के राज्य की बढ़ोतरी के लिए सेवकाई करना है तो परमेश्वर के काम को बढ़ाना है तो पवित्र आत्मा जब तक हमारे अंदर नहीं होगा हम नहीं कर सकते। അതുകൊണ്ടാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ദേശം വിട്ടു പോകരുത്, ഈ സ്ഥലം വിട്ടു പോകരുത്, നിങ്ങൾ ഇവിടെ തന്നെ കാത്തിരിക്കണം. ഞാൻ പിതാവിനോട് പറഞ്ഞ വാഗ്ദത്തം നിങ്ങളുടെ മേൽ വരുന്നിടം വരെ, അല്ലെ വാഗ്ദത്തം നിങ്ങൾ പ്രാപിക്കുവോളം നിങ്ങൾ ഒരിടത്തും പോകരുത്, ശുശ്രൂഷയും ചെയ്യരുത്, സാക്ഷ്യം പറയുന്നത് ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എന്ത് ചെയ്യണം, കാത്തിരിക്കണം ആദ്യം. इसलिए यीशु मसीह ने अपने चेलों को यह समझाया था, जब तक पवित्र आत्मा की सामर्थ आप लोगों के ऊपर नहीं आएगा तब तक आप लोग यहाँ से ना जाइए, कुछ भी मत करिए। पवित्र आत्मा की सामर्थ आपके ऊपर आने तक आप इंतजार करिए कि उसके बाद आप सेवकाई करना और कामों को बढ़ाना। കർത്താവിന് അറിയാമായിരുന്നു ദൈവാത്മാവിന്റെ ഗൈഡൻസ്, ശക്തി ലഭിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ദൈവാത്മാവ് നമ്മളെ ഉന്തും, അല്ലെങ്കിൽ നമ്മളെ പ്രചോദിപ്പിക്കും, ഗൈഡ് ചെയ്യാൻ തുടങ്ങും, നമ്മളെ വഴി നടത്തും, കരം പിടിച്ച് നടത്തും, ശബ്ദം കേൾപ്പിച്ച് നടത്തും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. यीशु मसीह जानते थे जब पवित्र आत्मा की सामर्थ हमारे अंदर आएगा तो पवित्र आत्मा हमारे अंदर एक धक्का देगा कि आगे बढ़ने के लिए, परमेश्वर की कामों को बढ़ाने के लिए, परमेश्वर के राज्य को बढ़ोतरी के लिए, कार्य करने के लिए हमें धक्का देगा। ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണമായി നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മുൻപോട്ട് നയിക്കും. അതാ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. परमेश्वर के राज्य की बढ़ोतरी के लिए पवित्र आत्मा हमारी सहायता करेगा। സോ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ നമുക്ക് ആ കാര്യം ചെയ്യുവാൻ കഴിയത്തും യേശുവിന് നല്ലതുപോലെ അറിയാം. उसके लिए पवित्र आत्मा की जरूरत अच्छी तरह चाहिए करके यीशु मसीह जानते हैं। അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഒരിടത്തും പോകരുത്, ഒന്നും ചെയ്യരുത്, ദൈവ ആ അത്യുന്നതത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കുവോളം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വാഗ്ദത്തം നിങ്ങൾക്ക് നിറവേറുവോളം, അല്ലെങ്കിൽ പിതാവായ ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം നിറവേറുവോളം നിങ്ങൾ കാത്തിരിക്കണം, അതിനെ പ്രാപിക്കണം. इसलिए यीशु मसीह ने अपने चेलों को समझाया था, कहीं मत जाइए, यहीं पे इंतजार करिए कि परमेश्वर ने तुम्हें दिया वो उस वायदा का पूर्ति के लिए, वो पवित्र आत्मा के आने की उस समय के लिए इंतजार करिए करके उनको समझाया। യേശു സംസാരിച്ച ആ ഗ്രീക്ക് ഭാഷയിൽ യേശു ശക്തി, അല്ലെങ്കിൽ ശക്തി ലഭിക്കുവോളം എന്നുള്ളതായിരിക്കുന്ന പദം ഡുനാമിസ് എന്നുള്ളതായിരിക്കുന്ന ഒരു പദത്തിൽ നിന്നാണ് കർത്താവ്, അല്ലെങ്കിൽ ഡുനാമിസ് എന്നാണ് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. यीशु मसीह उस सामर्थ के बारे में वहां पे एक वर्ड को यूज किया था, वो है डुनामिस। ഡുനാമിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡൈനോമ എന്നുള്ളതായിരിക്കുന്ന ഇംഗ്ലീഷ് വേർഡ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പദം, ആ ഡൈനോമ തന്നെ ഉണ്ടായത്. वो डुनामिस उस पद से निकला हुआ है कि इंग्लिश में निकला हुआ डायनामो करके एक वर्ड जो निकला है। ഡൈനോമ എന്ന് പറഞ്ഞാൽ സ്ഥിരമായും തുടർച്ചയായും ശക്തി ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രം എന്നർത്ഥം. डायनामो का मतलब ये कि लगातार जिससे सामर्थ निकलना। നമ്മൾ പഴയ സൈക്കിളൊക്കെ ഓടിക്കുന്നവർക്കറിയാം, സൈക്കിളിന്റെ ഹെഡ്ലൈറ്റ് ചലിക്കുവാൻ ഡൈനോമോ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. आपने देखा होगा साइकिल चलाने के लिए एक पेडल के द्वारा चलने वाले उससे हेडलाइट चलने के लिए डायनामो फिट किया होगा। ആ പെഡൽ നമ്മൾ എത്രത്തോളം ചവിട്ടുന്നോ അത്രത്തോളം ഡൈനോമോ വീൽ സ്പീഡിൽ കറങ്ങുമ്പോൾ ഡൈനോമോ സ്പീഡിൽ കറങ്ങും. जितना हम पेडल को चलाते हैं उसके हिसाब से उस डायनामो के जलने से लाइट जले, അത്രത്തോളം ലൈറ്റ് കത്തി പ്രകാശമായിട്ട് കത്തുവാനിടയാണ്. उतनी तेज उसमें से रोशनी निकले। സൈക്കിളിന്റെ സ്പീഡ് കുറയുമ്പോൾ, പെഡലിംഗ് കുറയുമ്പോൾ ഡൈനോമോ കുറഞ്ഞ് ചെറിയ സ്പീഡിൽ കറങ്ങും, അതിന് ലൈറ്റ് കുറയുവാനായിട്ട്. जितना उसको चलाना कम करेंगे या उसकी शक्ति को कम करेंगे तो उतना उस रोशनी भी कम होता है। ഇത് നമ്മളിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ വളരെ മനോഹരമാക്കി മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ്. ये बात जो हमारे अंदर की पवित्र आत्मा की उस कार्य को हमारे अंदर साफ दिखाई देती है। പരിശുദ്ധാത്മാവിന്റെ ഉത്തേജനം കൊണ്ട് നമ്മൾ എത്രത്തോളം മുമ്പോട്ട് പോകുന്നോ അത്രത്തോളം കൂടുതലായി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ മുമ്പോട്ട് നയിക്കുവാനിടയാണ്. पवित्र आत्मा की सहायता से हम कितना आगे बढ़ता है उसके हिसाब से परमेश्वर की बातों को हम समझ पाए। എന്നാൽ എവിടെയെങ്കിലും നമ്മൾ നിരാശപ്പെട്ട്, ഭാരപ്പെട്ട്, പ്രാർത്ഥന വിട്ട്, വചനവായന വിട്ട്, നമ്മള് ദൈവത്തിന്റെ വഴി വിട്ട് മാറുമ്പോൾ ആ ഡുനാമസ്, ആ ശക്തി പ്രവർത്തിക്കുന്നത് നിന്നുവിടും. जब तक आप परमेश्वर की उस बातों को नहीं समझते हुए और परमेश्वर की वचन की अधीनता में नहीं रहेंगे उसके हिसाब से वो डिनामो उसका कम होता जाएगा। നമ്മളെ പെടല് നിർത്തുന്നത് പോലെയാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദത്തെ അനുസരിക്കാതെ പോകുന്നത് സൈക്കിളിന്റെ പെഡലിംഗ് നിർത്തുന്നത് പോലെയാണ്. जैसे हम उस साइकिल को चलाना हम बंद कर देते हैं, वैसे ये परमेश्वर से अलग होना। പിന്നെ നമുക്ക് ആ ദൈവിക ഉന്തുതൽ ഉണ്ടാകത്തില്ല. उसके बाद हमें परमेश्वर की उस धक्का हमें नहीं लगेगा। അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആ ശക്തി നമ്മളിലേക്ക് പകരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നാം ദൈവത്തിന്റെ സാക്ഷികളായി, ദൈവത്തിന്റെ മക്കളായി, ദൈവത്തിന്റെ ശിഷ്യന്മാരായി നാം മറ്റുള്ളവർക്ക് കാണപ്പെടണമെന്നുള്ളതിനാണ്. और पवित्र आत्मा की सामर्थ हमारे अंदर इसलिए आता है कि हम परमेश्वर की उस बातों को दूसरों को समझाने के लिए। അവിടെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്റെ സാക്ഷികളായി തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. यीशु मसीह ने हमें बताया है कि तुम मेरा गवाह बनोगे। ശരിക്കുള്ള ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്റെ രക്തസാക്ഷികളായി തീരുമെന്നാണ്. सही ढंग का मतलब है कि तुम्हारा मेरा लहू का गवाह बनोगे। എനിക്ക് വേണ്ടി ജീവൻ വരെ അർപ്പിക്കാൻ തയ്യാറായി തീരുന്ന വ്യക്തികളായി, അല്ലെങ്കിൽ എന്റെ ഫോളോവേഴ്സ് ആയിട്ട് നിങ്ങൾ തീരും. മാർക്ക് मेरे लिए अपना जान देने वाला व्यक्ति बनेंगे आप लोग। അതാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. इसका सही ढंग का അപ്പൊ मतलब ആ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ യേശുവിന് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ വരെ തയ്യാറാകുന്ന നിലകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മെ ഉത്തേജിപ്പിക്കുന്നു. यीशु मसीह के लिए अपना जान देने लायक अपना समर्पण के लिए वो पवित्र आत्मा हमारे सहायता करता है। അത് മാത്രമല്ല, നമ്മള് കർത്താവ് പറഞ്ഞു, ആര് തന്റെ ജീവനെ നഷ്ടപ്പെടുത്തുന്നു അവൻ ജീവനെ പ്രാപിക്കും. यीशु मसीह ने बोला है कौन अपना जीवन को त्याग करता है वो अपने जीवन को वापस पाएगा। രക്തസാക്ഷികളായി തീരുവാൻ നിർബന്ധമായിട്ട് നമ്മൾ പരിശ്രമിച്ചാലും ദൈവം എന്ത് ചെയ്തോളും? നമുക്ക് ആവശ്യമായിരിക്കുന്ന നന്മകൾ തന്ന് നമ്മളെ സൂക്ഷിച്ച് നമ്മളെ വഴി നടത്തും. എല്ലാവരും രക്തസാക്ഷികളായി തീരുന്നില്ല. हर कोई जो है लहू का गवाह नहीं बनता। परमेश्वर के उस अगुवाई के लिए अगर तैयार हो जाएंगे तो भी परमेश्वर हमारे काम को देख लेगा। പക്ഷെ അതിനുള്ള മനസ്സ് വരെ നമ്മൾ കാണിക്കണം. നമ്മുടെ ജീവൻ വരെ കൊടുക്കുവാൻ തയ്യാറാകുന്ന ഒരു സ്നേഹം ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നമ്മൾ കാണിക്കണം. लेकिन परमेश्वर के लिए अपने जीवन देने लायक अपना समर्पण जरूरी है। അവിടം വരെ നമ്മളെ കൊണ്ടുപോവാൻ, ഉത്തേജിപ്പിക്കുവാൻ, ബലപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതില്ലാത്ത മനുഷ്യന്റെ ഉള്ളിൽ ആ അച്ചിന്ത വരികയില്ല. वहां तक अगर चलना है तो पवित्र आत्मा की बहुत ज्यादा जरूरत है हमें। जिनके अंदर पवित्र आत्मा नहीं उनके अंदर वो चिंता या वो सोच नहीं आएगी। നമ്മൾ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി അനുസരിക്കുകയാണെങ്കിൽ അവൻ നമ്മളെ ആ സാക്ഷിയാക്കി തീർക്കും, നിലനിർത്തും. അതിനുവേണ്ടി നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് ചെയ്തു തരും. अगर हम पवित्र आत्मा के अधीन में रहेंगे तो हमें उस काम को पूर्ण करने के लिए हमारी सहायता करेगा। ഇവിടെ അനുസരണത്തിനാണ് പ്രത്യേകതയുള്ളത്. यहाँ पे हमें मानने की जरूरत है। അനുസരണമാണ് പരിശുദ്ധാത്മാവിനെ നമ്മളിൽ പ്രവർത്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നതായ ഘടകം. पवित्र आत्मा अगर हमारे अंदर कार्य करना है तो उनको നാം मानना जरूरी है। എത്രത്തോളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നു അത്രത്തോളം നമുക്ക് ഗൈഡൻസ് തരികയും നമ്മളെ നടത്തുകയും നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ വഴികളിൽ കൂടെയും ദൈവാത്മാവ് നമ്മെ നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യും. जब हम जितना पवित्र आत्मा की अगुवाई में या उनके अधीनता में रहेंगे उतना पवित्र आत्मा हमारी सहायता करेगा आगे बढ़ने की। എന്നാൽ അനുസരണം കുറവ് വരുമ്പോൾ അല്ലെങ്കിൽ അനുസരണം ഇല്ലായ്മ വരുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിന്നുപോകും. लेकिन जब तक हम पवित्र आत्मा को नहीं मानेंगे, उनकी अगुवाई में नहीं जाएंगे तो वहाँ पे उनका कार्य खत्म हो जाएगा। അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി, ദൈവീയ കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി, ദൈവത്തിന്റെ പ്ലാനിനും പദ്ധതിക്കും വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും, നടത്തും, ഉത്തേജിപ്പിക്കും. पवित्र आत्मा हमारे अंदर है। पवित्र आत्मा परमेश्वर की उस कार्य की बढ़ोतरी के लिए हमें धक्का देगा। അത് ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ കഴിഞ്ഞ തമിഴ് ക്ലാസ്സിൽ ഇത് പറയാനിടയായി. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവ പൈതലായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ശിഷ്യനായിട്ടാണ്. मैंने पिछले तमिल वाले क्लास में भी बताया था, परमेश्वर ने हमें इसलिए बुलाया कि यीशु मसीह की चेला बने। ഇത് ഒന്ന് ദൈവ പൈതലാണെങ്കിൽ ആ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ ശിഷ്യന്റെ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്നവർക്ക് ഈ പരിശുദ്ധാത്മാവിനെ ദൈവം തരികയുള്ളൂ. എന്നാലേ പ്രയോജനമുള്ളൂ. परमेश्वर की उस संतान के उस जगह पे या पवित्र आत्मा की उस चेले की उस जगह में रहेंगे तभी पवित्र आत्मा में मिलेगा। അല്ലാതെ ഒരു സാധാരണ വിശ്വാസിയായിട്ട് ചർച്ച വന്നിരുന്ന് സമയം കളഞ്ഞിട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം തരുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. और साधारण व्यक्ति जो एक नाम के लिए नामधारी मसीह जीवन बिताएगा तो उनको पवित्र आत्मा नहीं मिलेगा। ആ അപ്പന് മക്കൾക്ക് അപ്പന്റെ കാര്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരപ്പൻ ബിസിനസ് നടത്തുകയാണെങ്കിൽ ആ അടുത്ത ബിസിനസിന്റെ ആളായിട്ട് വരുന്ന മകനാണ്, അപ്പന് ശേഷം വരുന്ന മകനാണ്. അപ്പൊ ആ മകന്റെ ഉള്ളിൽ ഒരു വിചാരം ഉണ്ടായിരിക്കണം, എന്റെ അപ്പൻ ബിസിനസ് നടത്തിയതിനേക്കാളും ഉപരിയായി എനിക്ക് ബിസിനസ് നടത്തണം. जैसे कि एक पिता एक अगर बिजनेस करने वाला व्यक्ति है तो उनका बेटा सोचना चाहिए कि मेरा पिताजी जो कर रहे हैं उससे बढ़कर मुझे करना है। ആ താല്പര്യമുള്ള മകന് വേണ്ടി അപ്പൻ എല്ലാം ചെയ്തു കൊടുക്കും. ऐसा इच्छा रखने वाले बेटे के लिए पिता सब कुछ करेगा। കാരണം അദ്ദേഹത്തിന്റെ ബിസിനസ് അദ്ദേഹത്തിന് ശേഷം അതിലും ഉപരിയായിട്ട് മകൻ നടത്തുമെന്നുള്ള വിശ്വാസം ആ പിതാവിന് മകന്റെ മേലുണ്ട്. और इसलिए कि वो पिता के अंदर ये इच्छा है कि मेरा बेटा जो है मेरे
आगे वाले दिनों में, आने वाले दिनों में मेरे से बढ़कर कार्य करेगा। ശിഷ്യനാണെങ്കിലും ഗുരുവിനെ പോലെ അല്ലെങ്കിൽ ഗുരുവിനെ പ്രദർശിപ്പിച്ച് കാണിക്കാൻ തന്റെ ഗുരു ആരായിരുന്നു എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു താല്പര്യം ശിഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകും. और एक चेला है तो वो चेले के अंदर एक ऐसा एक स्वभाव होना चाहिए अपने गुरु को प्रकट करने। അങ്ങനെയുള്ളവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകും. കാരണം പരിശുദ്ധാത്മാവിൽ കൂടെ ശിഷ്യത്വം വെളിപ്പെടും, അല്ലെങ്കിൽ തന്റെ ഗുരുവിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയുമെന്ന് ദൈവത്തിന് അറിയാം. ऐसे लोगों के अंदर पवित्र आत्मा परमेश्वर देगा, क्योंकि उनको पता है कि उनके द्वारा यीशु मसीह का या परमेश्वर की वो स्वभाव प्रकट होगा। അതുകൊണ്ട് ഇതൊരു വിശ്വാസിയായിട്ടിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം എന്ന് നമ്മൾ ധരിച്ചാൽ അതൊരു തെറ്റിദ്ധാരണയാണ്, ലഭിക്കുവാൻ സാധ്യത കുറവാണ്. इसलिए आप लोग कभी ऐसा मत सोचिए कि विश्वासी बन के परमेश्वर पवित्र आत्मा को നമ്മുടെ ഉള്ളിൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യനാണെന്നും ദൈവത്തിന്റെ പൈതലാണെന്നുള്ള പൂർണ്ണ ബോധം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കുവാൻ ഇടയാകും. अगर आपके अंदर या हमारे अंदर एक ऐसा विश्वास है कि मैं परमेश्वर की संतान है, यीशु मसीह का चेला है करके एक विश्वास होगा तो पवित्र आत्मा से भर जाए। അഞ്ചാമത്തെ പോയിന്റാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. पांचवा उस बात को पढ़ेंगे। നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. हमारा एक मसीह जीवन का एक नींव है हमारी प्रार्थना। പ്രാർത്ഥന ഇല്ലാതെ ഒരു വ്യക്തിക്ക് ഒരു ആത്മീയനായി അല്ലെങ്കിൽ ദൈവ പൈതലായിട്ട് ജീവിക്കുവാൻ കഴിയത്തില്ല. प्रार्थना के बिना एक व्यक्ति को मसीह जीवन बिताना बहुत मुश्किल है। പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ കാര്യമല്ല. അത് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്റെ പിതാവുമായിട്ടുള്ള ഒരു സമ്പർക്കം, അല്ലെങ്കിൽ തന്റെ മണവാളനുമായിട്ടുള്ള ഒരു സമ്പർക്കത്തെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. प्रार्थना एक ऐसी चीज है, एक पारंपरिक रीति से चलने वाली बात नहीं है। अपने पिता से बात करने की एक स्वभाव है ये प्रार्थना। പ്രാർത്ഥനയിൽ രണ്ട് കാര്യങ്ങളുണ്ട്. प्रार्थना में दो बातें हैं। ഒന്ന്, പ്രാർത്ഥനയില് രണ്ടുപേരുടെയും കോൺവെർസേഷൻ നടക്കും. प्रार्थना के में ये दो व्यक्ति जो है बातें करते हैं। പ്രാർത്ഥന ഹൃദയം തുറക്കുന്നതാണ്. प्रार्थना वो है दिल को खोलना। ഞാൻ എന്റെ ഹൃദയം കർത്താവിന്റെ സന്നിധിയിൽ തുറക്കുന്നു. मैं अपने दिल को परमेश्वर के सामने खोलते हैं। കർത്താവിന്റെ ഹൃദയം എനിക്ക് വേണ്ടി തുറക്കുന്നു. परमेश्वर अपने दिल मेरे लिए भी खोलते हैं। അതാണ് ശരിക്കുള്ള പ്രാർത്ഥന. वो ऐसा ही ढंग का प्रार्थना। എല്ലാ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട നിൽക്കുന്നത് ദൈവത്തിന്റെ ഹിതമാണ്. लेकिन उस प्रार्थना के अंदर जो पहला जो पड़ाव जो है परमेश्वर की जगह है। നാം പല കാര്യങ്ങളുമായി ദൈവസന്നിധിയിൽ ചെല്ലുന്നു, ആവശ്യങ്ങളുമായി ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു. हम बहुत सारी बातें लेके परमेश्वर के सामने जाके प्रार्थना करते അപ്പോൾ हैं। ദൈവം പറയുകയാണ്, മോനെ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാ, ഞാൻ ഇത് നിനക്കിത് ആവശ്യമാണെന്ന് ഞാൻ അറിയുന്നുണ്ട്. तो परमेश्वर कहते हैं कि बेटा मैंने आपके प्रार्थना को सुन लिया, मुझे पता है ये सारी जरूरतों में जरूरत है। പക്ഷെ എന്റെ ഹൃദയത്തിനകത്ത് നിന്നെ കുറിച്ചൊരു ആഗ്രഹമുണ്ട്. നീ എങ്ങനെ ആയിത്തീരണമെന്നും ഏത് നിലകളിലായിത്തീരണമെന്നും എനിക്കൊരു ആഗ്രഹമുണ്ട് നിന്നെ കുറിച്ച്. लेकिन मेरे अंदर एक इच्छा है कि तुम कैसा होना चाहिए और तुम कैसा होना है। നീ അത് അനുസരിച്ച് എന്റെ ഹിതത്തിനനുസരിച്ച് നീങ്ങുവാൻ തുടങ്ങുകയാണെങ്കിൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരും. अगर तुम उसके अनुसार चलेंगे तो तुम्हें जो जरूरत है वो मैं तुझे दूंगा। ഇത് ദൈവം പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. അതാണ് പ്രാർത്ഥനയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. अगर परमेश्वर ऐसे कहेंगे तो उसके अनुसार हम अपने जीवन को बदलेंगे या उसके अनुसार चलने लगेंगे, वही है एक सही ढंग का प्रार्थना। അപ്പൊ പ്രാർത്ഥന അപ്പന് മകനോടുള്ള പ്രാർത്ഥന അതാണ്. एक पिता और पुत्र के बीच की जो प्रार्थना वही है। മകൻ അപ്പനോട് പ്രാർത്ഥിക്കുമ്പോഴും അപ്പൻ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടത് ആദ്യം. एक बेटा पिता से प्रार्थना करते हो तो वो भी पहले अपने पिता की बातों को सुनता है। ഗുരുവും ശിഷ്യനുമുള്ളതായിരിക്കുന്ന കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഇതാണ്. गुरु और चेला के बीच में होने वाला बात भी यही है। ശിഷ്യന്മാർ ഒത്തിരി കാര്യങ്ങളുമായിട്ട് ഗുരുവിന്റെ അടുത്ത് ചെല്ലും. चेले लोग बहुत सारी बातें लेके गुरु के पास पहुंचते हैं। ഗുരു പറയും, ഇതെല്ലാം ഞാൻ കേട്ടു, ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ്, എനിക്കറിയാം, പക്ഷെ നിങ്ങൾ അതല്ല ചെയ്യേണ്ടത്. ഞാൻ എന്തു പറയുന്നു അത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് വരാനിടയാവും. लेकिन गुरु तब कहेंगे कि तुम जितने बातें मेरे पास लेके आया ये सब नहीं है, जो मैं तुम्हें कहूंगा वो करोगे तो तुम्हारी सारी जो इच्छाएं पूर्ति हो जाएगी। ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. यही ऐसा ही ढंग का प्रार्थना। എന്നാൽ വിശ്വാസികളുടെ പ്രാർത്ഥന അതല്ല. लेकिन विश्वासियों की प्रार्थना ऐसा नहीं है। എനിക്ക് തരണേ എനിക്ക് തരണേ എനിക്ക് തരണേ എന്നുള്ളത് മാത്രമാണ് വിശ്വാസികളുടെ പ്രാർത്ഥന. वो ऐसे प्रार्थना करते हैं कि मुझे दीजिए मुझे दीजिए। ഈ പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ ആവശ്യമില്ല. इस प्रार्थना के लिए पवित्र आत्मा की जरूरत ഇത് नहीं है। പൗലോസ് പറയുന്നത് പോലെ ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ये जो है बुद्धि के अनुसार की प्रार्थना है। എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതലിന്റെ മേലെ, ഒരു ശിഷ്യന്റെ മേലെ പകരപ്പെടുമ്പോൾ लेकिन यहाँ पे पवित्र आत्मा एक चेले के ऊपर या एक परमेश्वर के बच्चों के ऊपर, संतान के ऊपर डाला जाता है, आएगा। അവന്റെ പ്രാർത്ഥനയെ തന്നെ ദൈവാത്മാവ് മാറ്റുവാൻ ഇടയാവും. उसकी
प्रार्थना के उस स्वभाव को परमेश्वर बदलेगा। പരിശുദ്ധാത്മാവ് ആ പ്രാർത്ഥനയിൽ അവനെ മുന്നോട്ട് നയിക്കുവാനിടയാകും. पवित्र आत्मा उस प्रार्थना में अगुवाई करेगा। നമുക്ക് ഒരു വാക്യം അതിനുവേണ്ടി വായിക്കാം. इसके लिए एक वचन को हम पढ़ेंगे। യൂദായുടെ ലേഖനം यहूदा की किताब അതിന്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. उसका 20वां आयत को हम पढ़ेंगे। നാം പ്രാർത്ഥിക്കുമ്പോൾ ബുദ്ധി കൊണ്ടല്ല ആത്മാവിൽ പ്രാർത്ഥിക്കണം. जब हम प्रार्थना करते हैं तो बुद्धि से नहीं आत्मा से प्रार्थना करना है। നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. पर यह प्रियो, तुम अपने अति पवित्र विश्वास में अपने उन्नति करते हुए और पवित्र आत्मा में प्रार्थना करते हुए നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പഠിക്കണം. हमें क्या करना है? आत्मा में प्रार्थना करना। അതിന് നമ്മളെ പരിശുദ്ധാത്മാവ് നയിക്കും. उसके लिए पवित्र आत्मा हमारी अगुवाई करेगा। അതാണ് പരിശുദ്ധാത്മാവ് ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ, ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ വരുമ്പോൾ ചെയ്യുന്ന കാര്യം. നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയല്ല, നമ്മെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിക്കും. पवित्र आत्मा हमारे अंदर आएगा तो पवित्र आत्मा हमें प्रार्थना कैसा करना है करके सिखाएगा। അവിടെ എഴുതിയിരിക്കുന്ന നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. हमें लिखा है कि हमें अपने लिए कि आत्मिक दीदी से बढ़ोतरी होना है। ആ ഒരു ദൈവ പൈതല് അല്ലെങ്കിൽ ഒരു പൈതൽ, ഒരു പിതാവിന്റെ മകൻ, അപ്പന്റെ മകൻ, അവൻ എന്ത് ചെയ്യണം? തന്റെ അപ്പനെ പോലെ അപ്പന്റെ ഹിതം മനസ്സിലാക്കാൻ, ഗ്രഹിക്കുവാൻ മനസ്സിലാക്കണം. അത് ആത്മീയ വർധന. एक बच्चे का स्वभाव ऐसे होना चाहिए अपने पिता की इच्छाओं को पूर्ति करना। ശിഷ്യൻ തന്റെ ഗുരുവിന്റെ ഹിതം മനസ്സിലാക്കാൻ ഗ്രഹിക്കണം. അതാണ് ആത്മീയ വർധന. एक चेला जो है अपने गुरु की इच्छाओं को पूर्ति करना है। അത് ഗ്രഹിക്കുമ്പോൾ അപ്പന്റെ ഹിതം അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. अगर जब वो समझने लगेगा तब उसके अनुसार प्रार्थना करने लगेगी। ഹല്ലേലൂയ. നമ്മളത് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ നയിക്കും. अगर हम उसको समझेंगे तो पवित्र आत्मा हमारे उसके लिए अगुवाई करेगा। എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുവാനിടയാകും. कैसे प्रार्थना करना है करके पवित्र आत्मा में നമുക്ക് सिखाएगा। ഒരു വാക്യം കൂടെ വായിക്കാം. एक वचन और पढ़ेंगे। റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 26-27 വചനങ്ങൾ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? रोमियो की किताब 8-26 और 27 में ऐसे लिखा है। അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. 27 എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. इसी रीति से आत्मा भी हमारी दुर्बलता में सहायता करता है, क्योंकि हम नहीं जानते कि प्रार्थना किस रीति से करना चाहिए, परंतु आत्मा आप ही ऐसी आहें भर भर कर जो बयान से बाहर है हमारे लिए विनती करता है, और मनों को जांचने वाला जानता है कि आत्मा की मनसा क्या है, क्योंकि वो पवित्र लोगों के लिए परमेश्वर की इच्छा के अनुसार विनती करता है। ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ദൈവഹിതപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുക. पवित्र आत्मा वो परमेश्वर की इच्छा के अनुसार हमें इसलिए चलाता है कि हम परमेश्वर की इच्छाओं के अनुसार प्रार्थना അവിടെ करें। വചനം പറയുന്നത് നിങ്ങൾ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാ നമ്മൾ അറിയുന്നില്ല. हमें लिखा है कि कैसे प्रार्थना करना है करके हम नहीं जानते। അവിടെ പറയുകയാണ് ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. पर पवित्र आत्मा हमारे कमजोरियों में हमारा सहायता ഈ करता है। ബലഹീനത എന്ന് പറയുന്നത് നമ്മൾ പാപം ചെയ്തതോ അല്ലെങ്കിൽ നമ്മുടെ പാപത്തെ കുറിച്ചോ നമ്മുടെ ശാരീരികപരമായിരിക്കുന്ന ബലഹീനതകളെ കുറിച്ചോ ഒന്നും അല്ല പറയുന്നത്. यहाँ पर कमजोरी ये नहीं है कि हमने कोई शारीरिक तरफ से कोई पाप किया या हमारे वहाँ में कोई कमजोरी आया है करके उसका वो तुम्हारे में नहीं लिखा है। എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടെന്ന് അറിയത്തില്ല. അതാ ബലഹീനതയായിട്ട് ഇവിടെ പറഞ്ഞത്. वहाँ का कमजोरी ये है कि हम प्रार्थना कैसे करना है करके नहीं जानते। എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാത്തത് കൊണ്ട് എന്തൊക്കെയോ പ്രാർത്ഥിക്കുക. हम नहीं जानते कैसे प्रार्थना करना है, इसलिए हम कुछ भी प्रार्थना कर लेते हैं। അതുകൊണ്ട് ദൈവഹിതപ്രകാരം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. वो इसीलिए पवित्र आत्मा हमारा सहायता करता है कि हमें कैसे प्रार्थना करना है, और वहाँ पे कहता है कि पवित्र आत्मा से भरते हुए प्रार्थना करें। 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 27वें आयत में हम ऐसे पढ़ते എന്നാൽ हैं। ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. लेकिन मनों को जानने वाला जानता है कि आत्मा की मंशा क्या है, क्योंकि वो पवित्र लोगों के लिए परमेश्वर की इच्छा के अनुसार विनती करता है। അപ്പൊ ദൈവത്തിന്റെ ഹിതപ്രകാരം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള കാര്യത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും
ഏത് രീതിയിലാണ് പ്രാർത്ഥനകൾ വരുന്നതെന്നുള്ളത്. अगर हम पवित्र आत्मा की अगुवाई में प्रार्थना करेंगे तो वो परमेश्वर के पास जाएगा उस प्रार्थना, और परमेश्वर जानता है कि वो कैसा प्रार्थना है करके। അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പരിശുദ്ധാത്മ നമ്മുടെ ജീവിതത്തിലായിരിക്കുമ്പോൾ നമ്മെ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. पवित्र आत्मा अगर हमारे जीवन में है तो वो हमें आत्मा में प्रार्थना करना सिखाएगा। ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രാർത്ഥന ആത്മാവിലുള്ള പ്രാർത്ഥനയായിരിക്കണം. एक मसीह व्यक्ति के लिए या एक चेले के लिए मुख्य बात ये है कि उसकी प्रार्थना आत्मा में होना चाहिए। അല്ലെങ്കിൽ അതൊരു ജഡീയപരമായിരിക്കുന്ന പ്രാർത്ഥനയായി പോകും. नहीं तो एक लौकिक रीति का, शारीरिक रीति का एक प्रार्थना। ജഡീയപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുള്ള ആവശ്യമുണ്ട്, നമുക്ക് ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയുടെ കാര്യങ്ങളെല്ലാം ആവശ്യമാണ്. वो प्रार्थना ऐसा है कि इस पृथ्वी की सारी जरूरतों के लिए, ആ ആവശ്യങ്ങൾ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കത്തുള്ളൂ. वही जरूरतों के लिए खाली हम प्रार्थना करते हैं। അതല്ല ഒരു പ്രാർത്ഥന. वो एक प्रार्थना नहीं है। അപ്പന്റെ ഹിതം മനസ്സിലാക്കുക, അതാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം. पिता की इच्छाओं को समझ के करना वही है प्रार्थना। ഗുരുവിന്റെ ഹിതം മനസ്സിലാക്കുക ശിഷ്യൻ. हाँ, अपने गुरु के इच्छाओं को समझ के एक चेला प्रार्थना, അതാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന. वो परमेश्वर के वचन के अधीन की प्रार्थना वही है। അതിനു വേണ്ടി നമ്മളെ നയിക്കുവാൻ നമ്മുടെ മാനസികപരമായിരിക്കുന്ന ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ ശക്തി കൊണ്ട് അറിവ് കൊണ്ട് കഴിയത്തില്ല. अगर ऐसे प्रार्थना करना है तो हमारी ये छोटी बुद्धि से असंभव है। അത് പരിശുദ്ധാത്മാവ് മാത്രമേ ചെയ്യത്തുള്ളൂ. वो पवित्र आत्मा ही हमारी सहायता। അപ്പൊ ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവന് ലഭിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അഞ്ചാമത്തെ പോയിന്റാണ് നമ്മൾ കണ്ടത്. അവനെ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ഗുണമായി പഠിപ്പിക്കുന്നു. एक परमेश्वर की यीशु मसीह के चेले के लिए या एक मसीह व्यक्ति के लिए हमने देखा, 5वां वचन को हमने देखा है कि वो बात ये है कि उसको आत्मा में प्रार्थना करना सिखाते हैं। ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ സമയമുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൂടെ നമുക്ക് നോക്കാം. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. अगले पॉइंट में हम जाएंगे। പരിശുദ്ധാത്മാവായിരിക്കുന്ന ദൈവം പിതാവായ ദൈവത്തെ ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനും നമ്മെ പ്രചോദിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ എൻകറേജ് ചെയ്യും. पवित्र आत्मा हमारी सहायता करता है कि परमेश्वर को स्तुति और आराधना करने के लिए। നമ്മുടെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ആരാധനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി, ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളെ എൻകറേജ് ചെയ്യും, പ്രചോദനം ചെയ്യും. परमेश्वर की स्तुति और आराधना करने के लिए और उनके नाम की महिमा करने के लिए पवित्र आत्मा हमारी सहायता करेगा, यहाँ हमें उत्साहित करेगा। ഒന്ന് രണ്ട് റെഫറൻസുകൾ നമുക്ക് അതിനുവേണ്ടി നോക്കാം. उसके लिए हम एक वचन को पढ़ेंगे। അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. प्रेरितों की किताब उसका 2:11 हम पढ़ेंगे। അവിടെ നമുക്ക് ആ ഭാഗങ്ങളിലെ 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാകും, നമ്മളെ അപ്പോസ്തലന്മാരെല്ലാരും കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ അവർ നിറയുകയെല്ലാം ചെയ്തു. ചുറ്റുപാടുണ്ടായിരുന്ന ജനങ്ങളെല്ലാം വന്നൊന്ന് കണ്ടു. അവർ കണ്ടപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ആ കേൾക്കുന്ന ജനങ്ങൾ പ്രസ്താവിക്കുന്ന അവരുടെ സാക്ഷ്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. वहाँ की सारी बातें हम समझते हैं, और जब अपने चेले लोग इकट्ठे होकर जब प्रार्थना कर रहे थे तो वहाँ पे कुछ बातें हुआ था। वो देखने वालों के अंदर क्या हुआ था उस बातों के बारे में वो लिखा है। നിങ്ങൾ അതിന്റെ 2-5 മുതൽ താഴോട്ട് 11-ാമത്തെ വാക്യം വരെ നിങ്ങൾ നിങ്ങളുടെ വേദപുസ്തകത്തിൽ ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചു കൊടുക്കുക. अगर आप अपने हाथ में वचन है तो आप घर में बैठ के उसके 2:5 से लेकर 11 तक पढ़ के देख लीजिए। അതിന്റെ 5 മുതൽ ഇങ്ങോട്ടുള്ള പല കാര്യങ്ങളും അവർ പറഞ്ഞു വന്നിട്ട് അവസാനം അവർ പറയുകയാണ്, ഈ നമ്മുടെ ഭാഷകളിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 10-15 ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരവരുടെ ആ ഭാഷ സംസാരിക്കുന്നവരുടെ ഭാഷയിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ അവർ അവിടെ പ്രസ്താവിക്കുന്നത് അവർ കേൾക്കുകയാണ്, ശ്രദ്ധിക്കുക. वो लोग ऐसे कह रहे हैं कि 5 से आगे पढ़ेंगे तो आपको पता चल जाएगा। आगे आके 11वां वचन में कहता है वो अपने अपने अलग अलग भाषा में बातें करते हुए परमेश्वर की उस महान सामर्थ को प्रकट कर रहे हैं। അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, प्रेरितों की किताब उसके 2:11 में ऐसे पढ़ते हैं, ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. अपनी अपनी भाषा में उससे परमेश्वर के बड़े बड़े कामों की चर्चा सुनते हैं। അപ്പൊ നോക്കണം, പരിശുദ്ധാത്മാവ് നമ്മൾ എന്ത് ചെയ്യുകയാണ്? पवित्र आत्मा हमारे क्या करता है? सहायता। ദൈവത്തെ സ്തുതിക്കുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുന്നതിനും ഒക്കെ നമ്മളെ ഉത്തേജിപ്പിക്കും. पवित्र आत्मा हमारी सहायता करता है इसलिए कि हम परमेश्वर की नामों की महिमा करने के लिए और आराधना स्तुति करने के लिए और उनके बड़े बड़े कामों को
घोषणा करने के लिए परमेश्वर हमारे पवित्र आत्मा हमारी सहायता करता ഒന്ന് है। രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിനെ എടുത്തു തരുവാൻ ആഗ്രഹിക്കും. അതേ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. एक वचन में उसके लिए और आपको बताना चाहता हूँ, प्रेरितों की किताब में है 10:45 हम पढ़ेंगे। അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കുകയാൽ. क्योंकि उन्होंने भांति भांति की भाषा बोलते हुए परमेश्वर की बड़ाई करते हुए सुना। ആമേൻ. आमीन। നമ്മൾ നേരത്തെ ഒരു കാര്യം കണ്ടായിരുന്നു. हमने पहले एक भाषा देखा, അവർ പല ഭാഷകളിൽ മറ്റുള്ളവരുടെ ഭാഷകളിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. उन्होंने दूसरों के लोगों की भाषा में बात करते हुए सुना। അവർ പല ഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മളിപ്പോ ഇവിടെ കാണുന്നു. तो अलग अलग भाषाओं में परमेश्वर का स्तुति करते हुए उन्हें सुना। അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വൻ കാര്യങ്ങളാണ് അവരിവിടെ പ്രസ്താവിക്കുന്നത്. ये सब सुनते हुए उन्होंने परमेश्वर के बड़े बड़े कामों को प्रकट करते हैं। ഇനി ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. फिलिप्पियों की किताब उसका 3 के 3 में हम पढ़ेंगे। നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. सतना वाले तो हम ही हैं जो परमेश्वर की आत्मा की अगुवाई से उपासना करते हैं और मसीह यीशु पर घमंड करते हैं और शरीर पर भरोसा नहीं रखते। അപ്പൊ നോക്കണേ, ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ ലക്ഷണമായി परमेश्वर के बड़े बड़े कामों को प्रकट करने के लिए ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോടെ ബലപ്പെടുത്തുന്നു. पवित्र आत्मा हमारी सहायता करता है। അത് മാത്രമല്ല, ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പാൻ പരിശുദ്ധാത്മാവിനെ ബലപ്പെടുത്തുന്നു. वही काफी नहीं, परमेश्वर को आत्मा में आराधना करने के लिए पवित्र आत्मा हमारी सहायता ഇനി ഒരു വാക്യം കൂടെ ഞാൻ അവിടെ പറയാൻ അവസാനിപ്പിക്കട്ടെ. एक वचन और बता के मैं खत्म करूंगा। യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം. യോഹന്നാൻ സുവിശേഷം उसका 4-24 में पढ़ते യേശു हैं। ക്രിസ്തു ശമരിയ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ വ്യക്തമായും തെളിവായും ദൈവത്തെ എങ്ങനെ ആരാധിക്കണം എന്ന് യേശു ക്രിസ്തു പറയുന്ന ഒരു ഭാഗം. यीशु मसीह समरिया स्त्री से जब बात कर रहे थे तो हमें साफ साफ बताता है कि एक परमेश्वर को जानने वाला व्यक्ति कैसे आराधना करना है। യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24. യോഹന്നാൻ സുവിശേഷം उसका 4-24 അവിടെ യേശു പറയാണ്, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. परमेश्वर आत्मा है और अवश्य है कि उसके भजन करने वाले आत्मा और सच्चाई से भजन करें। ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ ആരാധിക്കുന്നവർ എങ്ങനെ ആരാധിക്കണം? तो परमेश्वर की आराधना करने वाला कैसे आराधना करना है? ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ അല്ലെങ്കിൽ ദൈവം അവനായിരിക്കുന്നത് പോലെ അവനെ ആരാധിക്കുവാൻ പഠിക്കും. परमेश्वर जैसा है वैसे ही हम उनको आराधना करना है। സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. सच्चाई और आत्मा से उनकी आराधना യേശു करना है। പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. यीशु मसीह ने बोला है कि मैं ही रास्ता और जीवन हूँ। അപ്പൊ സത്യം എന്താ? ദൈവമാണ്, ദൈവത്തിന്റെ വചനമാണ് സത്യം. तो परमेश्वर का वचन ही है सच। അതുകൊണ്ടാണ് ഇവിടെ ആത്മാവ് പറയുന്നത്, ദൈവത്തെ ആരാധിക്കുന്നവർ, പിതാവിനെ ആരാധിക്കുന്നവർ ആദ്യം സത്യത്തിൽ ആരാധിക്കാൻ പഠിക്കണം. इसलिए यहाँ पे बोला है कि परमेश्वर की और पिता की आराधना करने वाला आत्मा और सच्चाई में आराधना करना है। ആത്മാവിൽ ആരാധിക്കാൻ പഠിക്കണം, आत्मा में आराधना करना है, സത്യത്തിൽ ആരാധിക്കാൻ പഠിക്കണം. सच्चाई में आराधना करना है। അങ്ങനെയാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കേണ്ടത്. ऐसे परमेश्वर की आराधना करना है। അതാണ് പിതാവ് ഇച്ഛിക്കുന്നത്. वो पिता हमसे इच्छा रखते हैं। തന്നെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. परमेश्वर को दंडवत करने वाले सच्चाई और आत्मा में आराधना അപ്പൊ करना അത് है। മാനുഷികപരമായിരിക്കുന്ന ബുദ്ധി കൊണ്ട് സാധ്യമല്ല. वो एक इंसान की बुद्धि से असंभव है। മാനുഷികപരമായിരിക്കുന്ന ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുവാൻ കഴിയുകയില്ല. मनुष्य व्यक्ति की सोच के हिसाब से हम परमेश्वर को प्रसन्न करना मुश्किल है। അപ്പൊ അതിനെ ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടെ അല്ലെങ്കിൽ ആത്മീയപരമായ ഉത്തേജനം നമുക്ക് നൽകി തന്ന് നമ്മെ വഴി നടത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. इसलिए कि हमें उसके अनुसार परमेश्वर की इच्छा के अनुसार अगर चलना है तो उसके लिए अगुवाई करना पवित्र आत्मा से ही हो। ആമേൻ, ഹല്ലേലൂയ. ഈ ഒരു കാര്യം കൂടെ നമുക്ക് സമയം അല്പം ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ എടുത്ത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 5 मिनट और लेके एक बात और बता के खत्म करूंगा। പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. देखो इनको प्रार्थना करना। ദൈവത്തെ ആരാധിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്ന ആരാധനയിൽ വൻ കാര്യങ്ങളാണ് കേട്ടോ ശരിക്കും പറഞ്ഞത്. ദൈവത്തിന്റെ ആരാധനയിലുള്ള അവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയമില്ലാത്തതെന്ന് പോവുകയാണ്. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വം കൊടുക്കുകയും ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ആരാധന സ്ഥലം. आराधना करने के लिए आराधना का मतलब है वहाँ पे जहाँ आराधना होता है परमेश्वर के
बड़े बड़े प्रवृत्ति कार्य वहां पे हो जाता है। അടുത്തത് പരിശുദ്ധാത്മാവായിരിക്കും ദൈവം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലം ഉത്പാദിപ്പിക്കുന്നത്. जहाँ पे परमेश्वर के चेलों के अंदर जो आत्मा के उस स्वभाव प्रकट हो जाता है। ഒരു 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 പിതാവിന്റെ പുത്രന് മാത്രം പിതാവിന്റെ എല്ലാ സ്വഭാവവും ലഭിച്ചു. एक पिता के उसके संतान के अंदर उनका स्वभाव भी आ जाता है। അപ്പൊ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ ഒരു ഒരു മനുഷ്യനിൽ കാണപ്പെടണമെന്നുവരികിൽ അവൻ ഒരു ദൈവത്തിന്റെ പൈതലായിരിക്കും. अगर परमेश्वर के स्वभाव किसी के अंदर आना है तो वो परमेश्वर के पुत्र या संतान होना चाहिए। 1 യോഹന്നാൻ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. यूहन्ना के उस लेखन में हम पढ़ते हैं परमेश्वर के बीज उसके अंदर वास അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശുക്രിസ്തു എന്ന ദൈവത്തിന്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ വസിക്കണം, ഹൃദയത്തിൽ വസിക്കുകയാണ്. वो यीशु मसीह के बारे में वो बताता है, वो यीशु मसीह का वो बीज हमारे अंदर होना चाहिए। ആ ഹൃദയത്തിൽ വസിക്കുന്ന വിത്തിന്റെ ഫലം, അതിന്റെ സ്വഭാവം വെളിപ്പെട്ട് വരണം. उस बीज के अंदर वो बोने वाला उस बीज का स्वभाव जो है प्रकट होना चाहिए। അത് നമ്മളിൽ കൂടെ വെളിപ്പെട്ട് വരും. वो हमारे अंदर से प्रकट होगा। അത് നമ്മള് ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 22, 23 വാക്യങ്ങൾ ചേർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. हम देखते हैं उस अच्छे बीज का फल क्या है करके हम गलातियों की किताब 5 के 22 और 23 में देखते हैं। पर आत्मा का फल प्रेम, आनंद, मेल, धीरज और कृपा, भलाई, विश्वास, नम्रता और संयम है। ऐसे कामों के विरोध में कोई भी व्यवस्था नहीं है। ആമേൻ. ഹല്ലേലൂയ. ആത്മാവിന്റെ ആ ഫലം ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെട്ട് വരുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ സഹായിക്കും. तो ये उस आत्मा की फल जो है हमारे से निकलने के लिए पवित्र आत्मा हमारी सहायता करेगा। ഞാൻ എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾ പ്രയാസപ്പെടരുത്, അല്ലെങ്കിൽ ഭാരപ്പെടരുത്. आप में उठा के बार बार ये बता रहे हो, इसलिए आप दुखी मत होइए। ദൈവത്തിന് കുറച്ച് വിശ്വാസികളെ ആവശ്യമില്ല ഈ നാട്ടിൽ. परमेश्वर को कोई विश्वास की जरूरत नहीं है। നാമധേയ പേര് കൊണ്ട് അല്ലെങ്കിൽ നാമം കൊണ്ട് വിശ്വാസികളായിട്ട് ജീവിക്കുന്നവരെ ദൈവത്തിന് ആവശ്യമില്ല. एक नामधारी व्यक्ति जीवन परमेश्वर को अच्छा नहीं लगता। ദൈവത്തിന് ദൈവ മക്കളെയാണ് ആവശ്യം. परमेश्वर के उनके संतान की അല്ലെ जरूरत യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെയാണ് ആവശ്യം. है। यीशु मसीह के चेलों की जरूरत है। അപ്പൊ ആ ശിഷ്യന്മാർ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ ആത്മാവിന്റെ ഫലം വെളിപ്പെടുത്തണം. उस परमेश्वर के संतान ये यीशु मसीह के चेले जो है, उनके स्वभाव को उनके फल को प्रकट करना। അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ സ്നേഹം ഉണ്ടായിരിക്കണം. उनके अंदर उस परमेश्वर की प्रेम होना ഈ चाहिए। ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളോടും ആ ദൈവസ്നേഹം പ്രദർശിപ്പിച്ച് കാണിക്കുവാൻ കഴിയുന്നവരായിരിക്കണം. इस दुनिया के अंदर के सारे हर एक सृष्टियों के ऊपर उस प्रेम दिखाने वाले होने चाहिए। അത് മാത്രമല്ല, അവരുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടായിരിക്കണം. ये काफी नहीं, उनके खुद के अंदर एक खुशी होना चाहिए। അവരുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടായിരിക്കണം ആദ്യം. सबसे पहले उनके अंदर खुद का एक എന്നുള്ള खुशी होना എന്നാലേ चाहिए। മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ കഴിയത്തുള്ളൂ. तभी हम दूसरों को खुशी बांट सकते हैं। മാത്രമല്ല, അവർക്ക് സമാധാനം ഉണ്ടായിരിക്കണം. उनके अंदर एक शांति होना चाहिए। അവർ സമാധാനമുള്ളവരായിരിക്കണം. वो शांति से भरा हुआ होना യേശു തന്നെ ഗിരിപ്രവാസത്തിൽ പറയാനിടയായി, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. चाहिए। अपने पहाड़ी प्रचार के समय में बताया है कि शांति बनाने वाले अच्छे हैं। ശ്രദ്ധിക്കണേ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരാണ് കഥ പറഞ്ഞിരിക്കുന്നത്. यीशु मसीह ने बोला है जो शांति बनाने वाला वो धन्य है। സമാധാനം വേറൊരിടത്തുനിന്ന് കൊണ്ടുവരാനൊക്കത്തില്ല, നാം സ്വയമായി ഉണ്ടാക്കണം. शांति कोई और से लेके नहीं आ सकता, अपने खुद बनाना। സമാധാനത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. शांति लाने लायक कार्य को या उस बातों को हमें അപ്പോൾ करना है। സമാധാനം ഉണ്ടാക്കുന്നവരെയാണ് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് ദൈവം വിളിക്കുന്നത്. शांति को बनाने वाले को परमेश्वर ने कहा है कि मेरा संतान है। അല്ലെങ്കിൽ സമാധാനം ദൈവം അവിടെ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും സമാധാനം ലഭിക്കാൻ പോകുന്നില്ല. तो आप ऐसे बैठ नहीं सकते कि परमेश्वर हमें स्वर्ग से शांति देगा। സമാധാനത്തിനുള്ള കാര്യങ്ങൾ നാം ഉണ്ടാക്കിയെടുക്കണം. സിറ്റുവേഷൻസ് നാം ഉണ്ടാക്കിയെടുക്കണം. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നാം ഉണ്ടാക്കിയെടുക്കണം. അവരാണ് ദൈവത്തിന്റെ മക്കൾ. एक शांति भरा हुआ एक परिस्थिति को हमें खुद बनाना है, वही परमेश्वर के संतान कहलाएंगे। അടുത്ത ദീർഘക്ഷമ. वो है कि ദീർഘക്ഷമ. दूसरी बात है धीरज। ആ ദീർഘക്ഷമ എന്ന് പറയുന്നത്, നമ്മള് ഒരു കാര്യത്തെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുന്നതിന് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ചെടുക്കുന്നതിന് നമുക്ക് എന്തുണ്ടായിരിക്കണം? ദീർഘക്ഷമ വേണം. एक परमेश्वर के वायदों को पाने के लिए हमें एक धीरज होना चाहिए। ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ദീർഘക്ഷമ, ദൈവത്തിന് ദീർഘക്ഷമയുണ്ട്. എന്തെല്ലാം ലോകത്തിൽ പാവങ്ങൾ നടക്കുന്നു, എന്തെല്ലാം അകൃത്യങ്ങൾ നടക്കുന്നു, പക്ഷെ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. हमारा परमेश्वर एक धीरज रखने वाला व्यक्ति है, क्योंकि इस दुनिया के अंदर जितने पाप बढ़ रहे
कितनी गलत काम हो रहे हैं, लेकिन परमेश्वर अपना धीरज को संभाल के रखा होगा। അത് ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. परमेश्वर के स्वभाव ഒരു ശിഷ്യനിൽ നിന്നും ആ ദൈവീയ സ്വഭാവം ദീർഘക്ഷമ ഉണ്ടാകണം. एक चेले के अंदर से वही धीरज का उस स्वभाव प्रकट होना चाहिए। ദൈവീയ അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കുന്നതിന്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുന്നതിന് ക്ഷമയോടെ കാത്തിരിക്കണം. परमेश्वर की उस वायदाओं की पूर्ति पाने के लिए या परमेश्वर की उस बातों को पूर्ति के लिए आपको एक धीरज रखना चाहिए। അടുത്ത് ദയ. दूसरी बात है दया। മറ്റുള്ളവരോട് ദയയുള്ളവരായിരിക്കണം. दूसरे लोगों के लिए हमें दया दिखाना। മറ്റുള്ളത് പരോപകാരം. दूसरे लोगों को सहायता करने वाला होना चाहिए। നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. हमें दूसरों को सहायता करने का मन होना चाहिए। അടുത്ത് വിശ്വസ്തത. दूसरी बात है कि हमें एक नम्रता, विश्वास होना चाहिए या नम्रता होना चाहिए। വിശ്വസ്തത. विश्वास होना चाहिए। വിശ്വസ്തത, ദൈവവുമായിട്ട് വിശ്വസ്തത ഉണ്ടായിരിക്കണം. परमेश्वर के अंदर एक विश्वास, നമ്മുടെ കുടുംബത്തിനുള്ളിൽ വിശ്വസ്തരായിരിക്കണം. हम अपने परिवार के अंदर ഭാര്യയോട്, മക്കളോട്, മറ്റുള്ളവരോടെല്ലാം വിശ്വസ്തരായിരിക്കണം. हम दूसरों के हर किसी के लिए विश्वस्त होना चाहिए। എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസ്തരായിരിക്കണം. हर बातों में हमें एक अच्छा जीवन को बिताना है। കാരണം ദൈവം വിശ്വസ്തൻ. परमेश्वर विश्वस्त है। ഹല്ലേലൂയ. हालेलुया। ഇമാൻദാര പരമേശ്വരൻ. ദൈവം വിശ്വസ്തനാണ്. परमेश्वर ईमानदार। അപ്പൊ ആ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നമ്മൾ കാണിക്കണം. वो ईमानदारी हमें दूसरों के अंदर दिखाना है। അടുത്ത സൗമ്യത, दूसरा വീക്ക്നെസ്. हमारा नम्रता। സൗമ്യത. दूसरी बात है हमें नम्रता। നമ്മള് സൗമ്യരുള്ളവരായിരിക്കണം. हमें नम्रता होना चाहिए हमारे अंदर। മോശയെ കുറിച്ച് എബ്രായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. मूसा के बारे में इब्रानियों की किताब में पढ़ते हैं। അവൻ ഭൂമിയിലുള്ള എല്ലാവരെക്കാളും സൗമ്യനായിരുന്നു. वो दुनिया भर के लोगों के सामने बहुत नम्र व्यक्ति था। മോശയ്ക്ക് ദേഷ്യം വന്നു. മോശ ദൈവത്തിന്റെ പലകെടുത്ത് പൊട്ടിച്ചു കളഞ്ഞു. मूसा को जब गुस्सा आया था, परमेश्वर के उस पत्थर को उसने तोड़ा है। അതൊന്നുമല്ല സൗമ്യതയുടെ പ്രതിഫലമായിട്ട് കാണിക്കുന്നത്. वो सारी बातें नहीं है मूसा के जो नम्रता। ദൈവത്തിന്റെ സൗമ്യത അവൻ മറ്റുള്ളവർ വെളിപ്പെടുത്തി. परमेश्वर की उस नम्रता को उसने प्रकट किया। രാവിലെ മുതൽ വൈകുന്നേരം വരെയും ന്യായം തീർക്കാൻ കുത്തിയിരിക്കുക മനുഷ്യൻ. वो सुबह से लेकर शाम तक दूसरों को न्याय दिलाने के लिए बैठा। ക്ഷമയോടെ സൗമ്യതയോടുകൂടെ എല്ലാവർക്കും ന്യായം തീർത്തു കൊടുത്തു. वो धीरज के साथ, एक नम्रता के साथ वो अपने काम को किया। അടുത്ത് ഇന്ദ്രിയ ജയം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ദ്രിയ ജയം. दूसरा है कि संयम। നമ്മൾ മറ്റുള്ളവരുമായി അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള വ്യക്തികളുമായിട്ട് നമ്മുടെ പരിചയത്തിൽ, നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇന്ദ്രിയ ജയം ഉണ്ടായിരിക്കും. जब दूसरों के कामों को करते हुए या दूसरों की बातों को सुनते हुए हमारे अंदर एक संयम होना चाहिए। നമ്മുടെ ശരീരത്തിലുള്ളതായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. हमारे शरीर के अंदर के हर एक अंग को कंट्रोल करने का एक संयम हमारे अंदर होना चाहिए। അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിനക്ക് പാപം ചെയ്യുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ഒരു അവയവം നിനക്കുണ്ടെങ്കിൽ അത് പാപം ചെയ്യുകയാണെങ്കിൽ അതിനെ നീ വെട്ടിക്കളയണം. इसलिए यीशु मसीह ने अपने चेलों को समझाया था, अपने प्रचार में कहा था कि अगर तुम्हें पाप करने का इच्छा तुम्हारे अंदर आ रही तो उस अंग को तुम काट डालो। അതിനെ വെട്ടിക്കളയണമെന്ന് പറഞ്ഞാൽ കൈ നിനക്ക് എതിരായിട്ട് പാപം ചെയ്യും, കൈ വെട്ടിക്കളയാന്ന് പറഞ്ഞാൽ രണ്ട് കൈയും പാപം ചെയ്യും, രണ്ട് കൈ വെട്ടിക്കളയാൻ പോകും. इसका मतलब ये नहीं कि अगर तुमने हाथ से पाप किया तो दोनों हाथ से पाप किया तो दोनों हाथ को काट दो। അതിന്റെ अर्थം അതല്ല. इसका मतलब वो नहीं है। കൈ പാപം ചെയ്യാത്ത രീതിയിൽ കൈയെ കൺട്രോൾ ചെയ്യുവാനുള്ള ഒരു വിൽ പവർ ഉണ്ടാകും. उस हाथ को कंट्रोल करने का, पाप ना करने के लिए कंट्रोल करने का एक संयम तुम्हारे अंदर होना चाहिए। കണ്ണ് പാപം ചെയ്യുകയാണെങ്കിൽ കണ്ണിനെ കൺട്രോൾ ചെയ്യുവാൻ തക്കവണ്ണം, പാപം ചെയ്യാതെ രീതിയിൽ കണ്ണിനെ കൺട്രോൾ ചെയ്യാൻ തക്കവണ്ണമായിരിക്കും ഒരു വിൽ പവർ ഉണ്ടാകും. अगर आंख गलत देखने के लिए इच्छा रख रहा तो उसको कंट्रोल करने के एक संयम आपके अंदर होना चाहिए। കാല് പാപം ചെയ്യുകയാണെങ്കിൽ പാപം ചെയ്യാത്ത രീതിയിൽ കാലിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വിൽ പവർ ഉണ്ടാകും. अपने पैरों को संभालने का या गलत जगह में ना जाने का एक संयम आपके अंदर होना चाहिए। അതാണ് ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത്. उसको कहते हैं संयम। അപ്പൊ അതാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ 9 രീതിയിലുള്ളതായിരിക്കുന്ന ഫലങ്ങളും ഒരു ദൈവ പൈതലിൽ ജീവിതത്തിൽ പുറപ്പെട്ടു വരണം. प्रेम, आनंद, मेल, धीरज और कृपा, भलाई, विश्वास, नम्रता और संयम, ये 9 बातें जो है एक परमेश्वर के संतान के अंदर होना चाहिए। അത് പരിശുദ്ധാത്മാവേ തരത്തുള്ളൂ. वो पवित्र आत्मा ही हमें देगा। കാരണം അതിനെ കുറിച്ച് പറയുന്നത് ആത്മാവിന്റെ ഫലമോ.
के लिए उस फलों के लिए कहता है कि आत्मा का फल, അപ്പൊ അത് പരിശുദ്ധാത്മാവിന്റെയാണത്. ये पवित्र आत्मा के फल है। അപ്പൊ അത് പരിശുദ്ധാത്മ നമ്മളിൽ ഉള്ളെങ്കിൽ മാത്രമേ അത് വെളിപ്പെട്ട് വരികയുള്ളൂ. ये फल तब प्रकट होगा जब पवित्र आत्मा हमारे अंदर होगा। ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ, പരിശുദ്ധാത്മ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ अगर पवित्र आत्मा हमारे जीवन के अंदर कोई कार्य कर रहा അത് है, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ചെയ്യുന്നു. वो परमेश्वर की महिमा के लिए करता है। മാത്രമല്ല നമ്മെ പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തുന്നു. कोई नहीं हमें प्रार्थना करने के लिए सलाह എല്ലാത്തിനും देता है। ഉപരിയായി ദൈവത്തിന്റെ സ്വഭാവങ്ങളായിരിക്കുന്ന നവഫലങ്ങളും പുറപ്പെടുവിക്കുവാൻ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കും. उससे बढ़कर सबसे महान काम जो परमेश्वर की दो फलों को प्रकट करने का एक सहायता में करता ഒരു है। മനുഷ്യൻ എത്ര ബുദ്ധിയുള്ളവനാണെങ്കിലും പരിജ്ഞാനമുള്ളവനാണെങ്കിലും വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും एक व्यक्ति जितना भी बुद्धिमान हो, जितना भी पढ़े लिखे हो, तो भी നമ്മളിപ്പോ കണ്ടതായിരിക്കുന്ന ഈ പോയിന്റുകൾ, അല്ലെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാനോ അവന് കഴിയത്തില്ല. ये जो हमने अभी जो पीछे जो पढ़ा हुआ सारी बातें जो है परमेश्वर को आराधना करना या प्रार्थना करना या ये नौ स्वभाव को प्रकट करना, अच्छे फलों को प्रकट करना असंभव है। എത്ര എക്സ്ട്രാ ഡീസന്റ് ആണെങ്കിലും അവരെ കൊണ്ട് കഴിയത്തില്ല. जितना भी अच्छे व्यक्ति हो तो भी असंभव है। പിന്നെ അതെങ്ങനെയാണ് അത് കഴിയുന്നത്? तो कैसे होगा ये? നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ശക്തമായി വസിക്കണം. हमारे अंदर जब पवित्र आत्मा वास करेंगे तब। പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ पवित्र आत्मा अगर हमारे अंदर वास करता है പരിശുദ്ധാത്മാവിന്റെ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ എല്ലാ കാര്യങ്ങളെയും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ അസൈവുകളെയും കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആജ്ഞകളെയും മനസ്സിലാക്കണം. अगर पवित्र आत्मा हमारे अंदर वास करना है तो हमें पवित्र आत्मा की छोटे से छोटे भी बातों को समझने का एक इच्छा होना चाहिए। എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുന്നവരായിരിക്കും. हमेशा हमें पवित्र आत्मा के ऊपर ध्यान रखना है। ഓരോ മിനിറ്റും നിങ്ങളെ പരിശുദ്ധാത്മാവ് നടത്തും. हर एक पल पवित्र आत्मा आपको चलाएगा। പരിശുദ്ധാത്മാവ് ആയിരിക്കണം നിങ്ങൾ നടത്തേണ്ടത്. पवित्र आत्मा ही आपको അത് चलाना ഇത് चाहिए। ചെയ്യണം, ഇത് ചെയ്യണ്ട എന്നെല്ലാം നിങ്ങളെ പഠിപ്പിക്കേണ്ടത് പരിശുദ്ധാത്മാവായിരിക്കും. ये करना है नहीं करना है करके आपको सिखाता അപ്പോൾ हुआ पवित्र പരിശുദ്ധാത്മാവിനെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ദൈവം. आत्मा को हमेशा ध्यान रखने का एक स्वभाव आपके अंदर होगा। അപ്പോഴേ നമ്മുടെ ഉള്ളിൽ അഭിഷേകം നിലനിൽക്കുകയും तभी हमारे अंदर अभिषेक स्थिर रहेगा। പല കാര്യങ്ങളും എന്റെ മനസ്സിൽ അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പല ഉപമകളും എന്റെ ഹൃദയത്തിൽ വരുന്നുണ്ട്. बहुत सारी बातें आपको समझाने के लिए मेरे अंदर आ रहे हैं, നല്ല സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. लेकिन समय की कमी की वजह से मैं खत्म कर रहा हूँ। പരിശുദ്ധാത്മാവ് ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ, ദൈവത്തിന്റെ ജീവിതത്തിൽ വരുമ്പോൾ ഏത് കാര്യങ്ങൾ, ഈ ഒരു മാറ്റം, രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. पवित्र आत्मा एक परमेश्वर के संतान के अंदर या उनके चेले, यीशु मसीह के चेले के अंदर आएगा तो बहुत बड़ा मन फिरावट, एक बदलावट उस व्यक्ति के अंदर നാം आएगा। ആയിരിക്കുന്നത് പോലെയല്ല നമ്മെ രൂപാന്തരപ്പെടുത്തി കർത്താവിന് പ്രയോജനമുള്ളവരാക്കി തീർക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. हम जैसे हैं उससे भी बढ़कर हमें एक रूपांतर करके, एक बदलावट करके पवित्र आत्मा में परमेश्वर के सामने ले चले। അയ്യോ, എന്റെ അടുത്തിരിക്കുന്നവൻ അന്യഭാഷ പറയുന്നില്ല, അതുകൊണ്ട് എനിക്കും പരിശുദ്ധാത്മാവിനെ വേണം എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ ഇതൊന്നും സംഭവിക്കത്തില്ല. അതല്ല പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തരുന്നതിനുള്ള ഉദ്ദേശം. मेरा बगल वाला अन्य भाषा में प्रार्थना कर रहे हैं, इसलिए मुझे भी पवित्र आत्मा करके चाहिए करके बोलने वाला वो नहीं है। पवित्र आत्मा को पाने का ദൈവം ഒരു ദൈവ പൈതലിന്റെ മേൽ തന്റെ ശക്തിയെ, പരിശുദ്ധാത്മാവിനെ താൻ വാഗ്ദത്തം ചെയ്തതിനെ അയക്കുമ്പോൾ ദൈവത്തിന് എന്താണ് ഉദ്ദേശം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. पवित्र आत्मा एक व्यक्ति के ऊपर परमेश्वर भेजता है तो परमेश्वर की इच्छा क्या है उस व्यक्ति के लिए करके समझना जरूरी है। ആ उद्ദേശം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മളിൽ പകരപ്പെട്ട അഭിഷേകം നമ്മളിൽ നിലനിൽക്കുകയുള്ളൂ. उस परमेश्वर की इच्छाओं को हम समझेंगे तभी वो पवित्र आत्मा हमारे अंदर स्थिर रहेगा। അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി കാംക്ഷിക്കുന്നവർ, ഉയരത്തിലുള്ള ശക്തിയെ കാംക്ഷിക്കുന്നവർ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ഗ്രഹിക്കണം. इसलिए पवित्र आत्मा के लिए जो इच्छा रखता है, जो इंतजार करता है, वो लोग ये सारी बातों को समझना जरूरी है। അനേകരെ വലിയ ശക്തിയോടുകൂടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, लोग पवित्र आत्मा बड़े सामर्थ के साथ पाया, എന്നാൽ അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പകരപ്പെട്ട ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ പോയതുകൊണ്ട് അതിനെ നിലനിർത്തുവാൻ കഴിയാതെ പോയ അനേകരുണ്ട്. लेकिन वो लोग परमेश्वर की इच्छाओं को, परमेश्वर के उस मन के इच्छाओं को नहीं समझ पाया, इसलिए वहां से वो अलग हो गया करके हम देखते हैं। അത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. वो हमारे जीवन में ऐसा ना होने पाए। നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. आंखों को बंद करेंगे, प्रार्थना करेंगे। സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹീതമായ രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. स्वर्गीय पिता, इस समय के लिए हम प्रार्थना करते हैं। കർത്താവേ, ഞങ്ങളെ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് രാത്രിക്കാലം വീണ്ടും ഞങ്ങളെ കുറച്ചുകൂടെ ആഴമായി പഠിപ്പിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. परमेश्वर पवित्र आत्मा को पाने से हमारे अंदर क्या बदलाव आएगा करके हमें समझने के लिए
एक बार और हमारी सहायता की है, इसलिए ഞങ്ങളെ धन्यवाद। കേൾക്കുന്നവരെല്ലാം കർത്താവ് ഇത് ഗ്രഹിച്ചെടുപ്പാൻ അവരുടെ ഹൃദയങ്ങളെ കർത്താവ് തുറക്കുമാറാണ്. हमारे सुनने वाले हर किसी के दिलों को आप खोल दीजिए ताकि ये बातों को समझ पाए। പിതാവ് ഞങ്ങൾക്ക് നൽകി തന്ന നല്ല സമയത്തിനായ നന്ദിയോടെ സ്തോത്രം. आपके दिए हुए इस अच्छे समय के लिए धन्यवाद। ഞങ്ങളെ കാണുന്നവരെയും കാണാൻ പോകുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. परमेश्वर में जो देखते हैं, जो देखने वाले हर किसी को हम आशीष करते हैं। ദിവസങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് പകരപ്പെടുന്നത് കൊണ്ട് ദൈവത്തിന്റെ ഹിതം എന്നത് മനസ്സിലാക്കുവാൻ പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. परमेश्वर पवित्र आत्मा हमारे जीवन में आने से हमारे जीवन के अंदर क्या भलाई है, क्या बदलावट आएगा करके समझने का एक इच्छा हमारे अंदर दीजिए। അതിനാൽ ഞങ്ങളെയും ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് സഹായിക്കും. इसलिए हमें और हमें सुनने वाले हर किसी को आप सहायता करें। അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കും. आपके आत्मसमर्पण करें। കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയോടതിനാൽ സ്തോത്രം ചെയ്യും. आपने हमारी प्रार्थनाओं को सुन लिया, इसलिए धन्यवाद। കർത്താവിനായിരിക്കുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. यीशु मसीह के नाम से मैं प्रार्थना मांगता हूं। ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ഞായറാഴ്ച നമുക്ക് നമ്മുടെ ആരാധനയുണ്ട്. ഫേസ്ബുക്കിലും യൂട്യൂബിലും അത് നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തായിരിക്കും. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി മറക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്നവരിലേക്ക് അത് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും. सबको परमेश्वर आशीष करने पाए। और संडे को इतवार के दिन जो फेसबुक पे आराधना होंगे उसको देख लीजिए, और यूट्यूब पे भी आता है, आप इसको सब्सक्राइब कर लीजिए, दूसरों को भी बताइए। ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും. परमेश्वर आप सबको आशीष करने पाए।